ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് പുതുതായി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അധികം ഗ്രോ ഒന്നും ആവാതെ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സ്പാം കമൻ്റ് അടിക്കുക. അതായത് സ്പാം മെസ്സേജ് കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങൾ മറ്റൊരു വീഡിയോയുടെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ പോയിട്ട് നിങ്ങളുടെ ചാനൽ ലിങ്ക് ഇട്ടിട്ട് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ ചാനലിലെ വീഡിയോ ലൈക്ക് ചെയ്യൂ, എൻ്റെ വീഡിയോ കാണൂ എന്ന് പറഞ്ഞിട്ട് സ്പാം മെസ്സേജ് അടിക്കുന്ന യൂട്യൂബേഴ്സിനെ അവരെ ഒന്ന് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇത്തരത്തിൽ കമൻറ്റ് നിങ്ങളൊരു വീഡിയോയുടെ അടിയിൽ പോയിട്ട് നിങ്ങളുടെ ലിങ്ക് ഇട്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് വിചാരിക്കുക, എന്നൊരു കമൻറ്റ് ഇട്ടു. ഓക്കെ, ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു കമൻറ്റ് കാണാൻ സാധിക്കുള്ളൂ. ആ വീഡിയോ കാണാൻ വരുന്ന മറ്റാർക്കും ആ ഒരു കമൻറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്ത് ആ ഒരു കമൻറ്റ് കാണാൻ സാധിക്കില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു കമൻറ്റ് സ്പാം ഫോൾഡറിലേക്ക് വിടും. അതായത് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആളുടെ സ്പാം ഫോൾഡറിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത കമൻറ്റ് പോകും. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് എന്നുള്ളൊരു വേർഡ് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി യൂട്യൂബ് അത് ഫിൽട്ടർ ചെയ്തിട്ട് ലൈക്ക്ലി സ്പാം അല്ലെങ്കിൽ സ്പാം ഫോൾഡറിലേക്ക് വിടും. അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ലിങ്കുകൾ മറ്റുള്ള യൂട്യൂബിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ ലിങ്ക് ഇടുന്നു, മറ്റാരെങ്കിലും അത് കാണുന്നു, എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, വീഡിയോ വ്യൂവേഴ്സ് കൂടുന്നു എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല സംഭവിക്കുക. നിങ്ങൾക്ക് മാത്രമേ ആ കമൻറ്റ് കാണാൻ സാധിക്കുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായി സ്പാം ഫോൾഡറിലേക്കായിരിക്കും പോവുക. മറ്റാർക്കും അത് കാണാൻ സാധിക്കില്ല. എന്നാൽ ആ വീഡിയോ അല്ലെങ്കിൽ ആ ചാനൽ ഉടമയ്ക്ക് അത് കാണാൻ സാധിക്കും. ഓക്കെ, കമൻറ്റ് സെക്ഷനിലല്ല കാണാൻ സാധിക്കുക. കമൻറ്റ് സെക്ഷൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ലൈക്ക്ലി സ്പാം എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിലായിരിക്കും നിങ്ങളുടെ കമൻറ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ അവിടെ ആ കമൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് 4 ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോൾ മറ്റൊരു യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കമൻറ്റ് കിട്ടുന്ന ആ ചാനലിൻ്റെ ഉടമയ്ക്ക് നിങ്ങൾ ചെയ്ത കമൻറ്റിൻ്റെ തൊട്ട് താഴെ 4 ഓപ്ഷൻ ഉണ്ടാവും. ഒന്നാമത്തെ ഓപ്ഷനാണ് അവിടെ അപ്രൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. മിക്കവാറും ആരും നിങ്ങളുടെ ഇത്തരത്തിൽ സ്പാം കമൻറ്റ് ഇടുന്ന കമൻറ്റുകളൊന്നും അപ്രൂവ് ചെയ്യാറില്ല. ഓക്കെ, അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കമൻറ്റ് വിസിബിൾ ആവുള്ളൂ. പിന്നെ ആ വീഡിയോ കാണാൻ വരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കമൻറ്റ് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ആരും നിങ്ങളുടെ കമൻറ്റ് അപ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. തൊട്ടിപ്പുറത്തായിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. അത്യാവശ്യം എല്ലാവരും ചെയ്യുന്നതാണ് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. സ്പാം കമൻറ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി അവർ ഡിലീറ്റ് ചെയ്ത് കളയും. തൊട്ടിപ്പുറത്തായിട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ആ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കമൻറ്റ് ചെയ്താലും അത് ആർക്കും കാണാൻ സാധിക്കില്ല. ഓക്കെ, തൊട്ടിപ്പുറത്തായിട്ട് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ കമൻറ്റ് ആ ഒരു വീഡിയോ ഉണ്ടാക്കിയ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കമൻറ്റ് റിപ്പോർട്ട് ചെയ്ത് അത് സ്പാം ആണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ചാനലിന് 8ൻ്റെ പണി കിട്ടും, ഒരു സംശയമില്ല. അത് ഒരു റിപ്പോർട്ടും കൊണ്ട് തന്നെ കിട്ടണമെന്നില്ല. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് നിങ്ങളുടെ കമൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ചാനലുണ്ടെങ്കിൽ ആ ഒരു ചാനലിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിലൂടെയാണ് നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരും, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരും. നിങ്ങൾക്ക് ആഡ്സൻസ് ഉണ്ടെങ്കിൽ ആഡ്സൻസ് ബ്ലോക്ക് ആയി പോകും. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച റവന്യൂ കിട്ടില്ല. ആഡ്സൻസ് അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ആയി പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിന് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരും. നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ലൈവ് വരാൻ പറ്റില്ല, ഒരു കാര്യം നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരമാവധി ഇത്തരത്തിൽ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് സ്പാം മെസ്സേജ് വിടുന്നത് ഒഴിവാക്കുക. പിന്നെ യൂട്യൂബേഴ്സ് മാത്രമല്ല ചെയ്യുക, വേറൊരു തരം ടീംസ് ഉണ്ട്, വേറൊരു തരം ആൾക്കാരുണ്ട്. അതായത് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്, സെൽഫ് മണി ഏണിങ് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ലിങ്ക് ഒക്കെ ഉണ്ടാവും. ആ ഇൻവൈറ്റ് ലിങ്ക് ഒരു വീഡിയോ ആരെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടു താഴെ ഓടി വന്നിട്ട് ഇവർ ഈ ലിങ്കാണ് വിടുക. ഇൻവൈറ്റ് ലിങ്ക് ആയിരിക്കും വിടുക. പൈസ ഉണ്ടാക്കുക, അതാണ് ബിറ്റ് കോയിൻ ഉണ്ടാക്കുക. എൻ്റെ ചാനലിൻ്റെ അടിയിൽ തന്നെ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനെ സ്പാം മെസ്സേജിൻ്റെ എണ്ണം കണ്ട് ഞെട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ സ്പാം മെസ്സേജ് അയക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ഭയങ്കര അർജൻറ്റ് ആണെന്ന് വിചാരിക്കണം, നിങ്ങൾക്ക് അത് ചെയ്തേ പറ്റുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ലിങ്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നിങ്ങൾ ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത്
സ്പാം ഫോൾഡറിലേക്കായിരിക്കും പോവുക. എന്ത് ലിങ്ക് ആണെങ്കിലും യൂട്യൂബ് അത് എന്താ പറയുക ഫിൽട്ടർ ചെയ്ത് സ്പാമിലേക്കായിരിക്കും പോവുക. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ സ്പാം മെസ്സേജ് അയക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര അർജൻറ്റ് ആണെങ്കിൽ എൻ്റെ ചാനൽ സന്ദർശിക്കുമെന്ന് മലയാളത്തിൽ കുറച്ചങ്ങ് എഴുതുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുമെന്ന് മലയാളത്തിൽ എഴുതുക, ഒരിക്കലും ഇംഗ്ലീഷിൽ എഴുതാനിരിക്കുക. കാരണം സബ്സ്ക്രൈബ് എന്നുള്ള വേർഡ് സ്പാമിലേക്കായിരിക്കും ഓട്ടോമാറ്റിക്കായി പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം.